പുതുവർഷത്തെ വരവേറ്റ ലോകം. സംഗീത നൃത്ത പരിപാടികളുടെയും ആഘോഷങ്ങളുടെയും അകമ്പടിയോടെയാണ് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ 2025 വരവേറ്റത്. പസഫിക് സമുദ്രത്തിലെ റിപ്പബ്ലിക് ഓഫ് കിരിബാത്തിലെ ക്രിസ്മസ് ദ്വീപിലാണ് ആദ്യം പുതുവർഷം പിറന്നത്. ഇന്നലെ ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3 മണിക്കായിരുന്നു കിരിബാത്തി ദ്വീപിൽ പുതുവർഷം എത്തിയത്. 4:30 ന്യൂസിലാൻഡിൽ പുതുവർഷമെത്തി. ഓസ്ട്രേലിയയിലെ സിഡ്നിയിലും 6:30 പുതുവർഷമെത്തി. അമേരിക്കയിലുള്ള ബേക്കർ ദ്വീപ്, ഹോലാൻഡ് ദ്വീപ് എന്നിവിടങ്ങളിലാണ് ഏറ്റവും അവസാനം പുതുവർഷം എത്തുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 11 മണിയോടെയാണ് ഇവിടെ പുതുവർഷം പിറക്കുക. രാജ്യത്തും വിവിധ ആഘോഷ പരിപാടികളോടെ പുതുവർഷത്തെ ജനങ്ങൾ സ്വാഗതം ചെയ്തു. കേരളത്തിൽ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ പുതുവർഷത്തോടനുബന്ധിച്ച് വൻ ആഘോഷ പരിപാടികളാണ് അരങ്ങേറിയത്. മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള പ്രമുഖർ ജനങ്ങൾക്ക് പുതുവത്സരാശംസകൾ നേർന്നു. പുതുവത്സര ദിനം നമ്മളെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു തീയതിയല്ല, പുത്തൻ പ്രതീക്ഷകളോടെ പുതിയ നാളെകളെ വരവേൽക്കാനുള്ള ആഘോഷത്തിൻ്റെ സുദിനമാണത്. ജാതിമത വർഗഭേദമന്യേ ഏവരും ഒത്തൊരുമിക്കുന്നു എന്നതാണ് പുതുവർഷ രാവിൻ്റെ പ്രത്യേകത. അതുതന്നെയാണ് ആ ദിനം പകരുന്ന മഹത്തായ സന്ദേശവും. ഒറ്റക്കെട്ടായി നാളെകളെ പ്രകാശപൂർണമാക്കാനുള്ള ഊർജവും പ്രചോദനവും 2025 നമുക്ക് പകരട്ടെ. നാടിൻ്റെ നന്മയ്ക്കും പുരോഗതിക്കുമായി കൈകോർത്ത് മുന്നോട്ടു പോകാം. പുതുവർഷം സന്തോഷത്താൽ പ്രശോഭിതമാകട്ടെ. ഏവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ.